ഫ്രണ്ട്സ് നമ്മൾ ചക്ക കൊണ്ടുള്ള ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അടിപൊളി ചക്കയാണ്. അപ്പോൾ നമ്മൾ നുറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ഉള്ളത്ത് കുരുയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഉണ്ട് കഴുകിയിട്ട് നല്ല 2 പ്രാവശ്യം കഴുകിയതാണ് കേട്ടോ. നന്നായി വാരിയിട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇതാ കുറച്ച് ചിക്കൻ പാർട്സ് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ പാർട്സും കൂടി ഇതിലേക്ക് ചേർക്കണം. ഇത് രണ്ടും കൂടി ഇട്ടു. പിന്നെ കുറച്ച് വേപ്പിലും മല്ലിയുടെ എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. വേപ്പിലും മല്ലിച്ചപ്പും കൂടി ചേർത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒരു വിസിൽ വരാതെ വെക്കാൻ പോകട്ടോ. എപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് വിസിൽ വരുമ്പോഴേക്ക് സബോളയൊക്കെ ഒന്ന് വഴറ്റാം. പിന്നീട് അടപ്പത്ത് ഉള്ളി വെച്ചിട്ടുണ്ട് ചേർക്കാം കേട്ടോ. ഇത് വിസിൽ വരാൻ നേരം കൊണ്ട് നമുക്ക് അടുപ്പിൻ്റെ അവിടേക്ക് പോകാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കേട്ടോ. സവാള ഒന്ന് വഴറ്റിയുള്ള സവാള ഇരിക്കട്ടെ. പകുതി സവാള വഴറ്റും. വേഗം വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുഞ്ഞുകുഞ്ഞി അരിഞ്ഞിട്ടുണ്ട്. വേഗം വാടി കിട്ടാൻ വേണ്ടി നന്നായി വേണ്ട ആവശ്യമില്ല സവാള. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. അതിലൊന്ന് നന്നായി ചൂടായി വേണം കേട്ടോ. നല്ല ചൂടാണ് മല്ലിപ്പൊടി. നന്നായിട്ടൊന്ന് ചൂടാക്കി നന്നായിട്ട് മല്ലിപ്പൊടി നോക്കണം കേട്ടോ. അതിലേക്ക് പിന്നെ എനിക്ക് 2 വേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളകും പൊടി ചേർക്കാം. 1-1.5 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. 1.5 ടീസ്പൂൺ മുളകും പൊടി ചേർത്ത് ഈ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തതെല്ലാം പോയിട്ടൊന്ന് നന്നായി ചൂടാക്കാം. ഞാനിവിടെ യൂസ് ചെയ്യാറ് കിച്ചൺ ഷെഫിൻ്റെ ചിക്കൻ മസാല കേട്ടോ. പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും ഏകദേശം മുളകും ചിക്കൻ മസാലയും മല്ലിയൊക്കെ നല്ല മൂത്ത് വന്നു. അതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. ഇതുകൂടി നന്നായിട്ട് പച്ചമുളക് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഈ നല്ല സബോളയും തക്കാളി വെള്ളി മസാല നന്നായി വഴണ്ടി വന്നു. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു വിസിൽ ചിക്കനും പാർട്സും ചേർത്ത് കൊടുക്കും. നന്നായിട്ട് ഒക്കെ ചേർത്ത് വെക്കാം മസാലയും. പിന്നെ അധികം ഈ ചിക്കൻ പാർട്സ് ചെയ്യുന്നത് നല്ലതല്ല. അത് നമ്മൾ കുറച്ചാണ് ഇത് ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടാനുസരത്തിന് നിങ്ങൾക്ക് നന്നായി ചേർക്കാം കേട്ടോ. നമ്മൾ അധികമാണ് ഈ ചിക്കൻ പാർട്സിനെ സപ്പോർട്ട് ചെയ്യില്ല. നന്നായിട്ട് മസാല പൊടിയിട്ട് ഏകദേശം ഒന്ന് വെള്ളം നന്നായി വറ്റണം. ഇതിൽ വെള്ളത്തിന് വെള്ളം കളഞ്ഞ് വെള്ളം നന്നായിട്ടൊന്ന് വറ്റി നല്ല ഡ്രൈ ആയിരിക്കണം. ഞാനൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ചേർത്ത് കൊടുക്കണം.
നല്ല വെള്ളമൊക്കെ വറ്റി നമുക്കൊന്ന് അടുപ്പത്ത് നിന്ന് ഇറക്കിയിട്ട് കഴിച്ച് നോക്കാം കേട്ടോ. ചക്കയും ചിക്കനായിട്ട് സൂപ്പർ കോമ്പിനേഷനാട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ഇനി നമുക്കിതിലേക്ക് ഇപ്പോൾ താഴത്തോട്ട് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ബാക്കിയില്ല അത് മല്ലിച്ചെപ്പും കൂടിയിട്ട് മുകളിൽ ചേർത്ത് വെക്കാം. എത്രത്തോളം സവോള ചേർക്കണം അത്രത്തോളം ടേസ്റ്റ് കൂടിട്ടോ. നമ്മൾ കുറച്ചധികം തന്നെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് എല്ലാത്തിനും കൂടി നന്നായി ചേർത്ത് വെക്കും. വെളുത്തുള്ളിയായിട്ട് നന്നായിട്ട് തന്നെ ചേർത്ത് വെക്കും. നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ചക്ക എടുത്തു, അതിൽ ചിക്കൻ പാർസൽ ഇതിന് വെച്ചു, കഴിച്ചു നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. കൊള്ളി അടക്കം മാറിയിരിക്കുള്ളൂ കേട്ടോ. കൊള്ളി ചിക്കൻ പാർസലുകളൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. ഇത് വെറുതെ പറയുന്നതില്ല, നിങ്ങൾ വെച്ച് നോക്കണം, അത്രയും ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.